നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പലരും നോമ്പനുഷ്ഠിക്കും, പക്ഷെ നോമ്പ് മുറിഞ്ഞു പോകുന്ന പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നോമ്പാവുകയില്ലല്ലോ. അപ്പൊ നോമ്പിന് 2 ഫർളുണ്ട്. ഒന്നാമത്തേത് നിയ്യത്താണ്, രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കലാണ്. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കണ്ടേ? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായി ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്പം ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദുഹൂലു ഐനിൻ ജൗഫഹു, തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തടിയുള്ള വല്ലതും പ്രവേശിച്ചാൽ ആ പ്രവേശിക്കലോടുകൂടി നോമ്പ് മുറിയും. ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടാകും, നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലേ നോമ്പ് മുറിയൂ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലേ നോമ്പ് മുറിയൂ എന്നുള്ളൊരു ധാരണ ഉണ്ടാകും. അത് മാത്രമല്ല, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, അതോടൊപ്പം നോമ്പ് മുറിയുന്നതായ പല കാര്യങ്ങളും ഉണ്ട്. ഒരാൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ ചെറുവിരൽ, നമ്മുടെ ചെറുവിരൽ ചെവിയിലേക്ക് ഇട്ടാൽ എവിടെ എത്തുന്നുണ്ട്, അതിനേക്കാൾ അപ്പുറത്തേക്ക് വല്ലതും കടത്തിയാൽ അവന്റെ നോമ്പ് മുറിയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. റമദാനില് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പകൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ചെവിയിൽ തോണ്ടിയാലൊക്കെ പ്രശ്നമാണ്. നമ്മുടെ ചെറുവിരൽ എവിടെ എത്തും? ചെവിയിലേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചെറുവിരൽ എത്തുന്ന ഒരു സ്ഥലമുണ്ട്, അതിനേക്കാൾ അപ്പുറത്തേക്ക് വല്ലതും കടന്നാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. അതേ പ്രകാരം തന്നെ നമ്മൾ ചെവിയിലേക്ക് മരുന്നുറ്റിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയും, മൂക്കിലേക്ക് മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയും. ഇതൊക്കെ തുറക്കപ്പെട്ട ദ്വാരമാണ്. അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ കണ്ണിൽ മരുന്നുറ്റിച്ചാലോ? ഒരാൾക്ക് കണ്ണിന് അസുഖമായി, മരുന്നുറ്റിക്കണം. കണ്ണിൽ മരുന്നുറ്റിച്ചാൽ നമ്മൾ ചില ആളുകളൊക്കെ ചോദിക്കും, അതിന്റെ ഒരു രുചി നമ്മുടെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയല്ലോ. അത് കുഴപ്പമില്ല. കാരണം കണ്ണ് എന്ന് പറഞ്ഞാൽ അത് തുറക്കപ്പെട്ട ദ്വാരമല്ല. കണ്ണിന് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഉള്ളിലേക്കൊരു ദ്വാരമല്ല. അതുകൊണ്ട് കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല എന്ന് ഫുഖഹാ പ്രത്യേകം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കണ്ണിൽ മരുന്നുറ്റിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ചെവിയിൽ മരുന്നുറ്റിച്ചാൽ, അതേ പ്രകാരം തന്നെ മൂക്കിൽ മരുന്നുറ്റിച്ചാലൊക്കെ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ കഫം, ഒരാൾക്ക് കഫണ്ടായി, കഫം എത്തിയതിനു ശേഷം അത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. കഫം വായയിലെത്തിയതിനു ശേഷം നമ്മൾ അത് വിഴുങ്ങിയാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. ഉമിനീര് വിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. നമ്മുടെ വായിൽ ഇങ്ങനെ ഉമിനീരുണ്ടാകുമല്ലോ, ആ ഉമിനീര് വിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, പല്ലിന്റെ ഊന് പൊട്ടി അങ്ങനെ രക്തം കലർന്നു, അങ്ങനെ മുത്തനജ്ജിസായ ഉമിനീരാണ് വിഴുങ്ങുന്നത് എങ്കിൽ നോമ്പ് മുറിയും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് പകർച്ചയായ ഉമിനീരാണെങ്കിൽ ആ ഉമിനീര് വിഴുങ്ങിയാലും നോമ്പ് മുറിയും. എന്നാൽ തനിച്ചതായ യാതൊരു കലർപ്പുമില്ലാത്ത ഉമിനീര് വിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുകയും ചെയ്യും. കഫം എന്ന് പറഞ്ഞാൽ തൊണ്ടന്റെ താഴെ ഇവിടെയാണുള്ളത് കഫം, അത് വായിലേക്ക് എത്തിയിട്ടില്ല, ഇവിടുന്ന് അങ്ങ് ഇറക്കി, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മുടെ വായിലെത്തിയതായ കഫം നമ്മൾ തുപ്പാതെ അത് വിഴുങ്ങിയാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫത്തുഹുൽ മുഈൻ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. നമ്മള് ബാത്റൂമിൽ പോക്ക് അത് രാത്രിയിലാക്കണം, കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. അത് നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഏതായാലും പകലിലും ബാത്റൂമിൽ പോകാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് കഴുകുന്ന സമയത്ത് നമ്മുടെ വിരല് അത് ഉള്ളിലേക്ക് കയറി പോകാൻ പാടില്ല.
കഴുകുന്ന സമയത്ത് നമ്മൾ വിരലുണ്ടാക്കി ഉള്ളിലേക്കായിപ്പോയി. ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിന്ദ്വാരത്തിൽ നിന്ന്, അല്ലെ സ്ത്രീകളാണ് അവരുടെ മുൻദ്വാരത്തിൽ നിന്നും പിന്ദ്വാരത്തിൽ നിന്നൊക്കെ വെളിവാകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളുടെ വിരല് കയറിപ്പോയാൽ അവിടെ നോമ്പ് മുറിയും. അപ്പൊ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് റമദാനിലെ നിർബന്ധ കുളിയുള്ള ആളാണെങ്കിൽ വരെ സുബിഹിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. സുബി വാങ്ങിക്കൊടുത്തിട്ടും കുളിക്കാം, പക്ഷെ സുബിഹിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. പിന്നെ റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താ. റമദാന്റെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കൂട്ടത്തിൽ മറ്റൊരു മസ്അല, പലരും പൈൽസിന്റെ അസുഖമുള്ളവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. ബാസൂർ, മൂലക്കുരു എന്നൊക്കെ പറയും. ആ രോഗത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന പലരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവന് പൈൽസിന്റെ അസുഖം വന്നു. ഒരു ഓപ്പറേഷൻ കോഴിക്കോട് വെച്ച് ചെയ്തു, പക്ഷെ അത് സക്സസ് ആയില്ല. പിന്നീട് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, ആ ചെറുപ്പക്കാരന്റെ ആ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. മറ്റ് രോഗം എന്താണെങ്കിലും നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. നീയാണ് ഷാഫി, മറ്റെല്ലാം സബബുകളാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നമ്മളൊക്കെ സുബിഹി നിസ്കരിക്കുന്നവരാണ്. സുബിഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ അത് നിത്യവും നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സുബിഹിന്റെ മുമ്പുള്ളതായ സുന്നത്ത് 2 റക്അത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്തിൽ 2 സൂറത്തോതൽ പ്രത്യേകം മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ സൂറത്ത്. ഇത് രണ്ടും പതിവാക്കി കഴിഞ്ഞാൽ ബാസൂർ എന്ന രോഗം, പൈൽസ് എന്ന രോഗത്തിനെ തൊട്ട് കാവലുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്ത് മോദണം, അതോടൊപ്പം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് മോദുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തും അതേ പ്രകാരം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും പാരായണം ചെയ്യുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത് നിത്യവും ചെല്ലിയാലേ ഈ അസുഖത്തിനെ തൊട്ട് കാവലുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ എല്ലാവരും ഇന്നു മുതൽ നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും. എങ്കിലും ഞാനൊന്ന് തമ്പീഹാക്കി ഉണർത്തി എന്ന് മാത്രം. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത്, വാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വാങ്കിന്റെ ശേഷമുള്ള ദുആ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം 2 റക്അത്ത് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അതിനുശേഷം ദുആഉൽ ഇഫ്തിതാഹ്, പിന്നെ ഫാത്തിഹ അഊദു ഓതി ഫാത്തിഹ ഓതുക. അതിനുശേഷം അലം നശ്റഹ് സൂറത്തും അലം നശ്റഹ് സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും ഒന്നാമത്തെ റക്അത്തിലും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന ഫീൽ സൂറത്തും അതേ പ്രകാരം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും നമ്മൾ ഓതുക. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിനെ തൊട്ട് കാവലുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാര് എല്ലാവരും അത് പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തുൽ ഇഖ്ലാസ്. അത് വല്ലാത്തൊരു സൂറത്താണ്, അത് നമ്മൾ പതിവാക്കണം. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് കുല്ല യൗമിൻ 50 മറ നൂദിയ ലഹു മിൻ ഖബ്രിഹി യൗമൽ ഖിയാമ ഖും യാ മാദിഹല്ലാഹ് ഫദ്ഖുലിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ, വല്ലവനും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് ദിനേന 50 പ്രാവശ്യം പാരായണം ചെയ്താൽ, ദിനേന ഒരു 50 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്താൽ നൂദിയ ലഹു മിൻ ഖബ്രിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ ഖബറിൽ നിന്ന് വിളിക്കപ്പെടും. ഖും യാ മാദിഹല്ലാഹ് ഫദ്ഖുലിൽ ജന്ന.
ഖിയാമത്ത് നാളിൽ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതൂതുന്ന സമയത്ത് ഖബറിൽ നിന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആ സമയത്ത് ഈ വ്യക്തിയോട് പറയും, ഖും യാ മാദിഹല്ലാഹ്, അല്ലാഹുവിനെ പുകഴ്ത്തുന്നവനെ എഴുന്നേൽക്കൂ, ഫദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ കടക്കൂ. വലിയൊരു ഭാഗ്യല്ലേ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് അത് നമ്മൾ പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ അതൊരു ചര്യയായി മാറണം. എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് അത് നമ്മൾ അധികരിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതി ഹദിയ ചെയ്താൽ അത് വലിയ നേട്ടമാണ്, അതാഖത്തുൽ കുബ്രയാണ്, വലിയ മോചനമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ പലരും മരിച്ചു പോയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതി ഹദിയ ചെയ്താൽ ഉഖ്റവിയായ വലിയ പവിത്രത ലഭിക്കാൻ അതൊരു കാരണമാകും. പ്രിയപ്പെട്ടവര്, അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബാസൂറിന്റെ രോഗമുള്ള ആള്, അങ്ങനത്തെ ആളുകൾ ചിലപ്പം ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവരുടെ പിൻദ്വാരം ഇങ്ങനെ പുറത്തേക്ക് വരും. കാഷ്ടിക്കുന്ന സമയത്ത് പിൻദ്വാരത്തിന്റെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ വിരല് കൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അങ്ങനെ കയറ്റുന്ന സമയത്ത് വിരല് അല്പം കയറിപ്പോയി, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നമ്മുടെ നോമ്പിനിക്ക് യാതൊരു പ്രയാസവും വരികയില്ല. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇത് വലിയൊരു രോഗമാണ്. ഇതിനെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞു, വല്ല വസ്തുവും ഉള്ളിലേക്ക് കടക്കുക. വല്ല വസ്തുവും ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞു. തടിയുള്ള വല്ല വസ്തുവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ നോമ്പ് മുറിയും. അപ്പൊ ഒരാള് ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാ. നമ്മളൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോ ഇതുവരെ മാസ്ക് ഉണ്ടാകുകയില്ല, ഇപ്പൊ മാസ്ക് ഒക്കെ ഒഴിവാക്കാമല്ലോ. അപ്പൊ മാസ്ക് ഒന്നും ധരിക്കാതെ ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ഈച്ച ഒരാളുടെ ഉള്ളിൽ അങ്ങ് കയറി. എന്നാ നോമ്പുറിയോ? ഒരു ചോദ്യമാണല്ലോ. പുറത്തുനിന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാളുടെ ഉള്ളിലേക്ക് ഈച്ച കടന്നാലോ? എന്നാൽ അവിടെ നോമ്പ് മുറിയുകയില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു, ഫലോ വസല ജൗഫഹു ദുബാബുൻ ഔ ബഊലത്തുൻ, ഒരാളുടെ ഉള്ളിലേക്ക് ഈച്ച കടന്നു, അല്ലെങ്കിൽ ഒരു കൊതുകോ മറ്റ് പ്രാണികളോ കടന്നു, ഔ ഗുബാറു ത്വരീഖി, അല്ലെങ്കിൽ വഴിയിലുള്ളതായ പൊടികൾ ഉള്ളിലേക്ക് കടന്നു, എന്നാൽ ലം യുഫ്തിർ, അവന്റെ നോമ്പ് മുറിയുകയില്ല. ഇനി ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത്, ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തോ മറ്റോ ഉള്ളിലേക്ക് ഒരു ഈച്ച കടന്നു അങ്ങ് ഉള്ളിൽ എത്തിപ്പോയി. എന്നാൽ ഉള്ളിലെത്തിയതായ ഈച്ചയെ പിന്നീട് പുറത്തെടുക്കാൻ കഴിയോ? പുറത്തെടുക്കാൻ പറ്റുമോ? അത് ശ്രദ്ധിക്കേണ്ടതാ. ഉള്ളിലെത്തിയതായ ഈച്ച അവിടെ നിന്നോട്ടെ, അതിനെക്കൊണ്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ പുറത്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോമ്പ് മുറിയും. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടേണ്ടതുമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നോമ്പ് മുറിയുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ.